എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 244-ാമത്തെയാണ്. ഇതിൽ സദ്ഗുരുവിൻ്റെ ബുക്കിൻ്റെ റിവ്യൂ ആണല്ലോ ഇപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു 34-ാമത്തെ വീഡിയോ ആണ്, ബുക്ക് റിവ്യൂയെ സംബന്ധിച്ചവരെ. അപ്പോൾ ഇതിൽ ചില അതിശയങ്ങൾ നടത്തിയതിനെക്കുറിച്ചും സദ്ഗുരു നടത്തിയതിനെക്കുറിച്ചും സദ്ഗുരുവിന് ഉണ്ടായ ചില അതിശയങ്ങളെക്കുറിച്ചും നമ്മളിതിൽ നോക്കാൻ പോവുകയാണ്. അതായത് അദ്ദേഹം എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, ഈ സ്പിരിച്വാലിറ്റി എന്ന് വെച്ചാൽ എന്തുവാ, വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി എന്ന് നമ്മളെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ച് അതിൻ്റെ ഉത്തരവും സദ്ഗുരു തന്നെയാണ് പറയുന്നത്. അദ്ദേഹം എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഒരു വാക്ക് പോലും എൻ്റെ ബോധമില്ലാതെ പറയത്തില്ല. അതായത് അതിൻ്റെ അർത്ഥം, ഞാൻ ഓരോ വാക്കും വളരെ ശ്രദ്ധിച്ച് ബോധത്തോടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളിൽ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദേഷ്യം വന്നു, വായിന് എന്ത് വരുന്നു എന്ന് നമുക്ക് ഒരു കൺട്രോളും ഇല്ല. എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. ആ ദേഷ്യമൊക്കെ അടങ്ങി ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 4 ദിവസമോ കഴിഞ്ഞിട്ട് നീ ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചതെന്ന് ഇട്ട് കാണിക്കണം, പറഞ്ഞു കാണിക്കണം, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കണം. അവർക്ക് നാണക്കേടായിരിക്കും. അത്രയ്ക്ക് ഒരു വ്യവസ്ഥയില്ലാത്ത രീതിയിലാണ് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ സംസാരിക്കുന്നത്. പക്ഷേ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പം ഈ വലിയ വലിയ എൻലൈറ്റൻമെൻറ്റും ഹിമാലയ പർവ്വതത്തിൻ്റെ അടിത്തട്ടിൽ പോയിരുന്നുകൊണ്ട് ധ്യാനിക്കുന്നതും അതൊക്കെ കളയണം. ബേസിക്കലായിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ, നമ്മൾ നിത്യജീവിതത്തിൽ ഒരു സംസാരം, ഒരു വാക്ക് സംസാരിക്കണമെങ്കിൽ അത് വളരെ അളന്ന് മുറിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വേണം അതിനെ ഉച്ചരിക്കാൻ. അതാണ് എൻ്റെ ബോധത്തോടു കൂടിയല്ലാതെ ഞാൻ ഒരു വാക്കും സംസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വാക്കുകളിനൊക്കെ നല്ല പവറുണ്ട്. ഇതിന് പേരാണ് വാക്ശുദ്ധി. ദേഹശുദ്ധി, വാക്ശുദ്ധി എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ പേരാണ് വാക്ശുദ്ധി. വാക്ശുദ്ധി എന്ന് പറയുന്നത് വളരെ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മളെല്ലാവരും തന്നെ, നമ്മളെപ്പോലെ സാധാരണപ്പെട്ടവരെല്ലാം ഇത് നമ്മൾ വളർത്തിയെടുക്കണം. അപ്പം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ അനുവാദമില്ലാതെ, നമ്മളുടെ ബോധത്തോടു കൂടി അല്ലാതെ വേറെ ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഞാൻ നടക്കാൻ അനുവദിക്കത്തില്ല. അതാണ് സത്യത്തിലും സ്പിരിച്വാലിറ്റി. അപ്പം 100% അവയർനെസ്, ഇതൊക്കെയാണ് നമ്മൾ നേരത്തെയും കുറേ വീഡിയോകളിൽ പറഞ്ഞത്. 100% അവയർനെസ്, മൈൻഡ്ഫുൾനെസ്, ലിവ് ഇൻ ദ പ്രസൻറ്റ്, ഇതൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പം സദ്ഗുരു പറയുന്നത്, ഞാൻ എന്നും വളരെ ബോധത്തോടു കൂടി അളന്നു മുറിച്ചായിരിക്കും, ഞാൻ ആലോചിച്ചായിരിക്കും സംസാരിക്കുന്നത് എന്ന് പറയും. അതൊരു കാര്യം. രണ്ടാമത്, അദ്ദേഹം ഏത് പറഞ്ഞാലും അടിച്ചുറച്ച് പറയും. അതിൻ്റെ ഇംഗ്ലീഷ് വാക്കെന്ന് പറയുന്നത് എംഫാറ്റിക്, അടിച്ചുറച്ച് പറയും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും 100% ക്ലാരിറ്റി ഉണ്ട്. ഇപ്പം നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് അടിച്ചുറച്ച് പറയാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പറയാൻ തുടങ്ങും, ആളുകൾ എന്തെങ്കിലുമൊക്കെ സംശയം ചോദിച്ചാൽ നമുക്കും സംശയം വരും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമുക്ക് തന്നെ ആ കാര്യങ്ങളിൽ, ആ വിഷയങ്ങളിൽ ഉറപ്പില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നോളേജ് ഇല്ല, അപ്പം ക്ലാരിറ്റി ഇല്ല. അപ്പം അതേ സമയത്ത് സദ്ഗുരുവിനാണെങ്കിൽ ക്ലാരിറ്റിയാണ്, 100% ക്ലാരിറ്റി. ഈ 100% ക്ലാരിറ്റി ഉണ്ടെങ്കിലേ നമ്മളെല്ലാം എൻലൈറ്റൻഡ് എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹം എൻലൈറ്റൻഡ് ആണ്, അതുകൊണ്ടാണ് ക്ലാരിറ്റി ഉണ്ട് അല്ല.
നമുക്ക് ക്ലാരിറ്റി കൂടെ നമ്മൾ എൻലൈറ്റൻഡ് ആകും. ഏതിലും ഒരു വ്യക്തത. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ക്ലാരിറ്റി എന്ന് പറഞ്ഞേ നമ്മൾ എംഫാറ്റിക്കായിട്ട്, അതായത് അടിച്ചുറച്ച് ഒരു സംസാരിക്കുമ്പം അത് കുറച്ച് അറഗൻ്റായിട്ട് തോന്നും. അറഗൻ്റ് എന്ന് വെച്ചാൽ റൂഡായിട്ട് സംസാരിക്കുന്ന മാതിരി തോന്നും. പക്ഷേ അത് റൂഡ്നെസ് അല്ല. അത് എംഫാറ്റിക്കായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ വളരെ ഇതിങ്ങനെയാണ്, ഇതിങ്ങനെ നടക്കത്തുള്ളൂ, ഇതിങ്ങനെ സംഭവിക്കത്തുള്ളൂ, ഇതിൻ്റെ അർത്ഥം ഇതാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ്. അതിന് പിന്നെ വേറെ ഒരു വ്യാഖ്യാനം അതിൻ്റെ മേളിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് സദ്ഗുരുവിൻ്റെ സ്വഭാവം. അപ്പം ചിലരൊക്കെ സദ്ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ഇത്രയും അറഗൻ്റായിട്ട് സംസാരിക്കുന്നല്ലോ, ഈ അറഗൻസി എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള വാക്കല്ല. അറഗൻസി എന്ന് പറഞ്ഞാൽ റൂഡ്, വളരെ റഫ് ആൻഡ് ടഫായിട്ട് സംസാരിക്കുന്നത്. സദ്ഗുരു വളരെ അങ്ങനെ റഫ് ആൻഡ് ടഫായിട്ടല്ല സംസാരിക്കുന്നത്, ഇന്നത് ഇത് എന്ന് അടിച്ചുറച്ച് പറയുന്നതാണ്. പക്ഷേ ആളുകൾ അതിനെ അറഗൻ്റ് എന്ന് എടുത്തുകൊണ്ട് ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു, നിങ്ങൾ ഇത്രയും അറഗൻ്റായിരിക്കുന്നല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ ഞാനൊരു ശിവൻ്റെ ഡിവോട്ടിയാന്ന് പറയും? നിങ്ങൾ ശിവൻ്റെ ഡിവോട്ടിയൊന്നും അല്ല, ഇത്രയും റഫായിട്ട് സംസാരിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഡിവോട്ടി എന്നല്ല ഞാൻ പറയുന്നത്. അതായത് ഡിവോഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സാധനത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ പുറത്തുള്ള പ്രേമം, അതിനു വേണ്ടി ഞാൻ ചാകാനും തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഒരു ശക്തി, അതിന് പേരാണ് ഡിവോഷൻ. അപ്പം ഈ ബുക്ക് ഇപ്പം വായിക്കുമ്പം തന്നെ നമുക്ക് ഒരുപാട് ക്ലിയർ ആകും. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ അത്രയും സ്ട്രോങ് ആണ്. സ്പിരിച്വാലിറ്റി എന്ന് വെച്ചാൽ എന്തുവാ? ഇത്. വാക്ശുദ്ധി എന്ന് വെച്ചാൽ എന്തുവാ? ഇത്. ദേഹശുദ്ധി എന്ന് വെച്ചാൽ എന്തുവാ? ഇത്. ടക്ക് എന്നുള്ള ആൻസേഴ്സാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത്. അതിന് അദ്ദേഹം ഒന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയൊക്കെ. പിന്നെ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ, നിങ്ങളുടെ ലോജിക് മൈൻഡിന് പുറമെ നിങ്ങൾ ലോജിക് മൈൻഡ് കൊണ്ട് എന്തൊക്കെ ചിന്തിക്കാൻ പറ്റുമോ അതിനും മീതെ പല കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളെ ഈ സ്പിരിച്വൽ പാതയിൽ കൂടെ നിങ്ങളെ കൈപിടിച്ച് എനിക്ക് വിളിച്ചുകൊണ്ട് പോകാൻ പറ്റും. എപ്പോൾ? നിങ്ങൾ അതിന് തയ്യാറാകണം. അല്ലാതെ ഞാനായിട്ട് ഒരാളെ കൊണ്ട് പോയി സെലക്ട് ചെയ്ത് വാ നിനക്ക് എൻലൈറ്റ്മെൻറ്റ് വാങ്ങിച്ചു തരാമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഓപ്പൺ മൈൻഡോടെ വരണം. ഒരു ശരണാഗതി തത്വത്തിൽ എന്നെ വന്ന് കണ്ട് എൻ്റെ കീഴിൽ നിന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളെ ഏത് ലെവലിൽ വേണമെങ്കിലും എനിക്ക് ഉയർത്താൻ പറ്റും. അതാണല്ലോ ഒരു ഗുരുവിൻ്റെ ശക്തി, ഇല്ലേ? അങ്ങനെ പിന്നെ 2-3 കാര്യങ്ങൾ. അതായത് മഞ്ജു ആരാന്ന് അതിൽ തെളിവായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം മഞ്ജുവിൻ്റെ അച്ഛൻ ഒരുപാട് അസുഖത്തിൻ്റെ അങ്ങേയറ്റത്തെ സ്റ്റേജിൽ പോയി എവിടോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. മഞ്ജുവിൻ്റെ അച്ഛൻ സദ്ഗുരുവിനെ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഒരു ദിവസം രാത്രി മുഴുവനും ആ മഞ്ജുവിൻ്റെ അച്ഛൻ്റെ ആ ക്രിട്ടിക്കൽ കെയർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പം ആ കട്ടിലിൻ്റെ അടുത്ത് ഒരാൾ വന്ന് ഇരുന്നു, കുറേ നേരം വന്നിരുന്നു പോലും. അതിൻ്റെ അടുത്ത ദിവസം അദ്ദേഹം കംപ്ലീറ്റായിട്ട് പരിചിതം അസുഖം മാറി. അപ്പോൾ വേറെ ഏതോ ഒരു സമയത്ത് സദ്ഗുരുവിൻ്റെ ഫോട്ടോ കണ്ടിട്ട് അവരുടെ അച്ഛൻ അടിച്ചുറച്ച് പറഞ്ഞെന്ന്, ഈ ആൾ തന്നെ, ഈ ടർബൻ തലയെ കെട്ടിയിരിക്കുന്ന ഈ ആൾ തന്നെയാണ് അന്ന് ഞാൻ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ ഹോസ്പിറ്റലിൽ കിടന്നപ്പം എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് കുറേ നേരം വന്നിരുന്നു, അങ്ങനെയാണ് എൻ്റെ അസുഖം മാറിയത് എന്ന് പറയുന്നു. അതേപോലെ ഒരു സ്ത്രീക്ക് ഈ ബ്രസ്റ്റിൽ വലിയ ഒരു മുഴ വന്ന് അതിന് സദ്ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പം സദ്ഗുരു പറഞ്ഞത്, നീ ഇനി റോ ഫുഡ് വേണം കഴിക്കാൻ. റോ ഫുഡ് എന്ന് വെച്ചാൽ വേവിക്കാത്ത പച്ചയ്ക്കുള്ള പഴങ്ങൾ,
പച്ചക്കുള്ള പഴങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് കഴിക്കാം. പിന്നെ കയ്യിൽ കിട്ടുന്നതെല്ലാം മലക്കറികളും നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതുമല്ല. പച്ചയ്ക്ക് കഴിക്കുമ്പം ദഹിക്കാൻ സമയം കൂടുതലെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ വേവിച്ച് കഴിക്കുന്നത്. വേവിച്ച് കഴിക്കുമ്പം എളുപ്പത്തിൽ അത് ജീർണിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ സദ്ഗുരു ഒറ്റ വാക്യേ പറഞ്ഞുള്ളൂ, ഇനി കുറച്ച് നാളത്തേക്ക് നിങ്ങൾ അൺകുക്ക്ഡ് ഫുഡ്, റോ ഫുഡ് കഴിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞിട്ട് അങ്ങേരങ്ങ് പോയി. പിന്നെ കുറേ നാൾ സദ്ഗുരുവിനെ കണ്ടുമില്ല, ഇവരെ വിളിച്ചുമില്ല, ഒന്നുമില്ല. പക്ഷേ അവരുടെ ആ മുഴയുടെ സൈസ് കുറഞ്ഞ് വരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് സദ്ഗുരുവിനെ അവർ പോയി കണ്ടപ്പം അവർ ഇങ്ങനെ സദ്ഗുരു വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഒരു സർജൻ്റെ ആവശ്യമില്ലല്ലോ, ഒരു ഓപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, എല്ലാം തന്നെ കുറഞ്ഞല്ലോ. അതാണ് അതിൻ്റെ സീക്രട്ട്. അതേപോലെ ഒരു അമേരിക്കൻ ഡോക്ടർ, ആ സ്ത്രീക്ക് തന്നെ, അവരൊരു ഡോക്ടറാണ്, അവർക്ക് ഹാർട്ടിൽ പ്രോബ്ലം ഉണ്ട്. പക്ഷേ അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഈശ മെഡിറ്റേറ്റേഴ്സിൻ്റെ കൂടെ ഹിമാലയത്തിൽ പോകണം. വർഷാവർഷം സദ്ഗുരു കൊണ്ടുപോകുമായിരുന്നു. ഞാനും ഒരു പ്രാവശ്യം അവിടെ പോകാൻ വേണ്ടി ഒരു 3 ലക്ഷം അങ്ങാണ്ട് അടച്ച് വെച്ചിരുന്നു. പക്ഷേ ആ വർഷമാണ് ഈ ചൈന തകരാറ് ചെയ്തത്, വിസയ്ക്ക് ഒപ്പ് തരത്തില്ലെന്ന്. അങ്ങനെയാണ് പിന്നെ പൈസയൊക്കെ ഞാൻ തിരിച്ച് 2 വർഷം വെച്ചിരുന്നു. 2 വർഷവും ഈ കോവിഡ് പീരീഡിലെ ചൈന പെർമിഷൻ തന്നില്ല. അതുകൊണ്ട് കൈലാസത്തിൽ പോകാൻ പറ്റിയില്ല. തിരിച്ച് ഞാൻ ചോദിച്ചപ്പം അവർ പൈസ ഇങ്ങ് തന്നു. പക്ഷേ ഈ വർഷം എല്ലാവരും കൈലാസത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. 70 വയസ്സ് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, പോകാൻ അനുമതിയില്ല. സോ ഇത് ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് തരുന്നത്. ആർക്കെങ്കിലും നല്ല ആരോഗ്യമുണ്ട്, നല്ല മനസ്സുണ്ട്, അവിടെയൊക്കെ പോകണമെന്നുള്ള ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ, കയ്യിൽ പൈസയും എല്ലാം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ട്രാവൽ ഏജൻസി ആരൊക്കെ കൊണ്ടുപോകുന്നു എന്നൊക്കെ അന്വേഷിച്ചിട്ട് പോയി കണ്ടിട്ട് വരണം. എന്നുവെച്ചാൽ ഇതേ ചാപ്റ്ററിൽ സദ്ഗുരു കൈലാസത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. കൈലാസത്തിനെ കുറിച്ച് പറയുമ്പം അദ്ദേഹം യൂസ് ചെയ്ത ഒരു വാക്ക് എന്ന് പറയുന്നത് അൺറീസണബിൾ പീസ്. അതായത് ആ കൈലാഷ് എന്ന് പറയുന്ന ഒരു മല, അതിനെ വിവരിക്കാനൊന്നും ഒക്കത്തില്ല. അത് അതിൻ്റെ അടുത്ത് പോയി അതിൻ്റെ എനർജിയെ ഫീൽ ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ആരുടെയും വാക്കിൽ ഒതുങ്ങുന്ന ഒരു സംഗതിയല്ല അത് എന്ന് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പം ഈ ഹാർട്ട് പ്രോബ്ലം ഉള്ള ഡോക്ടർ ചോദിച്ചു, എനിക്ക് കൈലാസത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ കൂടെ, പക്ഷേ എനിക്ക് ഹാർട്ട് പ്രോബ്ലം ഉണ്ട്, ഞാൻ വെൻറ്റിലേറ്ററിലായിരുന്നു, സപ്പോർട്ടില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ എനിക്ക് വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പം എന്നാൽ വന്നോ എന്ന് പറഞ്ഞു. ഒരാഴ്ചയ്ക്ക് മുന്നേ ആശ്രമത്തിൽ വന്ന് തങ്ങി. ആശ്രമത്തിൽ വന്ന് 2ാമത്തെ ദിവസം തന്നെ വെൻറ്റിലേറ്ററിൻ്റെ സപ്പോർട്ട് അങ്ങ് എടുത്തു. പിന്നെ അവർ ദേഹം ഗുണമായി മറ്റേ എല്ലാവരുടെ കൂടെയും ഹിമാലയത്തിൽ പോയിട്ട് വന്നു. ഈ പരിക്രമ എന്ന് പറയും, ഒരു 80 കിലോമീറ്റർ, 40-50 കിലോമീറ്റർ ഒരു സൈഡ്, പിന്നെ തിരിച്ചു വരണം. അത് നമുക്ക് നടന്നേ പറ്റൂ, അവിടെ വേറെ ഒരു വഴിയുമില്ല. അപ്പോൾ ആ 80 കിലോമീറ്ററിൻ്റെ പരിക്രമ അവർ ചെയ്തു. എവിടെ 14,000 അടി ഉയരത്തിലുള്ള ആ ഭാഗത്താണ് ഇവർ പോയേച്ച് വന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഗുരുവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ, ഒരു ഗുരുവിൻ്റെ ഇൻ്റർവെൻഷൻ എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ ഇടപെട്ടാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് നടക്കത്തുള്ളൂ. അതേപോലെ വേറൊരു മെഡിറ്റേറ്റർ നല്ല രീതിയിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യും. അവർക്ക് കാലിൽ പ്രോബ്ലം, മുട്ടിന് വേദന, മുട്ടിലേതോ ഒരു കാർട്ടിലേജ് കീറിയിട്ടുണ്ട്, അത് നീ സർജറി ചെയ്താലേ പറ്റത്തുള്ളൂ എന്ന് US ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷേ അവർക്ക് ഹിമാലയത്തിൽ ഇവരുടെ കൂടെ പോകണം, ഈശ ഗ്രൂപ്പിൻ്റെ കൂടെ പോകണം. അങ്ങനെ സദ്ഗുരുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. അപ്പോൾ സദ്ഗുരു പറഞ്ഞത് ഒരു വാക്കേ ഉള്ളൂ, നീ കാലിനെ അവിടെ വിട്ടിട്ട് വാ എന്ന് പറഞ്ഞു. കാലിനെ വിട്ടേച്ച് വരുമെന്ന് വെച്ചാൽ കാലിനെ വെട്ടിക്കളഞ്ഞിട്ട് വരാൻ പറ്റും. അതായത് കാലിൻ്റെ പ്രയാസം നീ മറന്നുകളാ, അത് ഞാൻ ഏറ്റു എന്നാണ് സദ്ഗുരുവിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം.
അതുപോലെ തന്നെ അവർ വിചാരിച്ചു ശരി ഞാൻ അവരുടെ ആഗ്രഹമാണ് മുന്നിൽ നിന്നത്, അതുകൊണ്ട് എന്തായിരുന്നാലും ഗുരുവിൻ്റെ പുറത്ത് നമ്മൾ ഭാരത്തിനെ ഇട്ടിട്ട് ഞാൻ വരുക എന്ന് പറഞ്ഞു. അവരും ഇതുപോലെ തന്നെ ഹിമാലയത്തിൽ പോയി ആ പരിക്രമയൊക്കെ നടത്തി നല്ല രീതിയിൽ അവർക്കും അത് കാണാൻ പറ്റി. അപ്പം സദ്ഗുരു പറയുന്നത് ഇതിനൊക്കെ അതിശയം അല്ലെങ്കിൽ മിറക്കിൾ എന്നൊരു പേരിടരുത്. ഇതൊന്നും മിറക്കിളൊന്നും അല്ല. അതായത് യേശു ക്രിസ്തു ഒരുപാട് മിറക്കിൾസ് ചെയ്തു അക്കാലത്ത്. അപ്പോൾ അതിനെല്ലാം മിറാക്കിൾ എന്നാണ് പറയുന്നത്. ഈ മിറാക്കിൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിശയം. അതായത് നമ്മൾ വിചാരിക്കുന്നതിനും പുറമേ ഉള്ള സംഗതികൾ. അതായത് ഇപ്പോൾ ഒരു അസുഖമുണ്ട്, ഇത് മാറുകയില്ലെന്ന് വിചാരിക്കും, ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്ത് തരും, ഇത് ലൈഫ് ലോങ് നിങ്ങൾ ജീവിത പര്യന്തം കൊണ്ടു നടക്കണം, ഇതിന് മെഡിസിൻ ഇല്ല, ഇതിന് കാരണം അറിഞ്ഞുകൂടാ എന്നൊക്കെ ഡോക്ടേഴ്സ് എഴുതി തരും. അങ്ങനെ എത്രയോ ഡിസീസസ് ഉണ്ട്, ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, മരണം വരെ ഇതിനെ കൊണ്ട് സഹിച്ചേ പറ്റൂ എന്നൊക്കെ ഉള്ള ഡിസീസസ് ഉണ്ട് ഇപ്പം. എന്താ വെച്ചാൽ മെഡിക്കൽ ഫീൽഡിൽ അതിനെക്കുറിച്ചുള്ള ഗവേഷണമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അവർക്കാർക്കും അതിനെ ഒന്നും കണ്ടെത്താൻ മതിയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചികിത്സിച്ചിട്ടുണ്ട് ആര്? ജീസസ്. അപ്പം ജീസസിനെ കുറിച്ച് പറയുമ്പം ജീസസ് നടത്തിയ ഈ മിറാക്കിൾസിനെ കുറിച്ച് പറയാതിരിക്കാനേ ഒക്കത്തില്ല. ജന്മനാ കണ്ണ് കാണാത്തവൻ കൂടെ ജീസസ് കണ്ണിൽ കൈവച്ച് തൊട്ട് കൺകാഴ്ച തിരിച്ചു വന്നിട്ടുണ്ട്, കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ അതിൻ്റെ പേരാണ് മിറാക്കിൾസ്. അപ്പം ഇപ്പോൾ ഈ സുഖമില്ലാത്തവരെല്ലാം ഹിമാലയത്തിലൊക്കെ കൊണ്ടുപോകുന്നെന്ന് പറയുന്നത് അങ്ങനെയൊന്നും ശരിയായിട്ടുള്ള എളുപ്പത്തിലുള്ള ശരിയല്ല, എളുപ്പത്തിലുള്ള കാര്യങ്ങളല്ല. എന്നിട്ടും സദ്ഗുരുവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ഒരു ഗുരുനാഥൻ്റെ ഇടപെടലുണ്ടെങ്കിൽ അതൊക്കെ നടക്കും, അതും സാധ്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇതിനും പുറമേ ഇതൊക്കെ മറ്റവർക്ക് ചെയ്ത കാര്യങ്ങൾ. സദ്ഗുരു എന്തോ പറയുന്നത്, ഇതിനെയൊക്കെ അതിശയം എന്നൊന്നും പറയരുത്. ഇതെല്ലാം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഗുരുവിൻ്റെ അടുത്തുള്ള ഒരു സറണ്ടർ, ഒരു സമർപ്പണ ഭാവം. അതുമാത്രമല്ല ഈ എനർജി ലെവലിൽ, ഈ ചക്രാസ് ലെവലിൽ നമ്മൾ ഹീൽ ചെയ്താൽ നടക്കാത്ത ഒന്നുമില്ല എന്നാണ് ഇവിടെ സദ്ഗുരുവും പറയുന്നത്. അപ്പം ഈ വീഡിയോ കേൾക്കുന്നവർക്ക് കുറച്ചും കൂടെ ഞാൻ സ്ട്രോങ് ആയിട്ട് പറയുവാണ്, അടുത്ത മാസം ഞാൻ ചക്ര ഹീലിങ്ങിൻ്റെ ക്ലാസ്സുകൾ എടുക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ചുള്ള ഫേസ്ബുക്ക് ആഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അതേ വീഡിയോയും പേയ്മെൻറ്റ് ലിങ്കും നമ്മളുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഓൾറെഡി ഇട്ടു. ആളുകൾ കുറച്ച് പേര് ഇങ്ങനെ പേ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിലും ആ ഇൻട്രഡക്ടറി വെബിനാർ എന്ന് പറയുന്നത് വരുന്ന ഞായറാഴ്ച നടത്താൻ പോവാണ്. അത് 1 മണിക്കൂറൊക്കെ ഉള്ളൂ. എന്നാലും എന്തുകൊണ്ട് ഞാൻ 100 രൂപ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. അതുകൊണ്ടാണ് വെറുതെ ഒരു ഫ്രീ വെബിനാർ എന്ന് വെച്ചാൽ അത് ഫ്രീ അല്ലയോ, ആയിക്കോട്ടെ, എനിക്കിപ്പം അവിടെ പോകണം, ഇവിടെ പോകണം, മാർക്കറ്റിൽ പോകണം, ചർച്ചിൽ പോകണം, എല്ലാം വേണം തന്നെ. എന്നാലും നമ്മളുടെ ദേഹാരോഗ്യത്തിന് വേണ്ടി, മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞു തരുന്നു, ഒരാൾ വന്ന് നമ്മൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നു എന്ന് പറയുമ്പം അത് കേൾക്കാനുള്ള മനസ്ഥിതി വേണം. അപ്പോൾ ഫ്രീ ആകുമ്പോൾ ഒന്നിനും ഒരു വിലയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒരു 100 രൂപയ്ക്ക് രജിസ്ട്രേഷൻ ഫീന്ന് ഇട്ടിരിക്കുന്നത്. അതുമാത്രമല്ല അതിൻ്റേതായ നമുക്ക് ചിലവുകളും ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ടാക്കണം, അതങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്തു നിന്ന് ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഈ 100 രൂപയുടെ ഫീസ് അടയ്ക്കാൻ പറഞ്ഞത്. അപ്പം ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ആ പേയ്മെൻറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴും ഇന്ന് രാവിലെ ഞാൻ ചെക്ക് ചെയ്തപ്പോഴും ഒരു 7 പേര് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട് ഇതിലെങ്ങനെയാണ് ചേരുന്നതെന്ന്. ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. 99 രൂപ പേ ചെയ്ത് നിങ്ങളുടെ പേരും വാട്സപ്പുള്ള നമ്പറും മൊബൈൽ നമ്പറും കൊടുത്ത് നിങ്ങളുടെ ഇമെയിൽ ID ഉണ്ടെങ്കിൽ അതും തരിക, അത്രയേ ഉള്ളൂ. അപ്പോഴേ എനിക്ക് ഞായറാഴ്ച നടക്കാൻ പോകുന്ന ഇൻട്രോ വെബിനാറിന്, ഇത് ചക്ര ഹീലിംഗ് ക്ലാസ് അല്ല, അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം, ഓക്കെ, ആ ഇൻട്രോ വെബിനാർ 29-ാം തീയതി വരുന്ന ഞായറാഴ്ചയായിരിക്കും. അതിന് ഏത് സമയമെന്ന് ഞാൻ ഇനി തീരുമാനിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ മലയാളത്തിലും നടത്തുന്നുണ്ട്, പാരലലായിട്ട് തമിഴിലും നടത്തുന്നുണ്ട്.
പക്ഷേ സമയം വേറെ വേറെ ആയിരിക്കും. അപ്പം സമയം ഞാൻ ഡിസൈഡ് ചെയ്യണം. ഡേറ്റ് ഡിസൈഡഡ് ആണ്, സമയം ഡിസൈഡ് ചെയ്യണം. ലിങ്ക് നിങ്ങൾക്ക് അയക്കണ്ടേ? സൂം ലിങ്കില്ല, സൂമിൻ്റെ ലിങ്ക് അയച്ചാലേ നിങ്ങൾക്ക് ചേരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനൊക്കെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പം സദ്ഗുരു എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എനർജി 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 ബോഡി. പ്രാണിക് ബോഡിയെ നിങ്ങൾ നേരെ ചൊവ്വേ വെച്ചാൽ മതി, നിങ്ങൾക്ക് എന്തും സാധിക്കാം. പ്രപഞ്ചത്തിൻ്റെ കൂടെ സംസാരിക്കാം, പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് സിഗ്നൽ കിട്ടും. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു മനുഷ്യനാകും എന്നാണ് സദ്ഗുരു എപ്പോഴും പറയുന്നത്. അപ്പം 1-2 കാര്യങ്ങൾ സദ്ഗുരുവിൻ്റെ ജീവിതത്തിൽ നടന്നത് തന്നെയാണ് ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇടയ്ക്ക് അദ്ദേഹത്തിന് ഈ ധ്യാനലിംഗ പ്രതിഷ്ഠ സമയത്ത് ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു. അത് ഈ എനർജി ബോഡി ഇടിച്ച് കളിക്കുന്നതുകൊണ്ടാണ്. എനർജി കൂട്ടി 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 വരുമ്പം ദേഹത്തിന് താങ്ങാൻ വയ്യ, അങ്ങനെ അത് കടന്നു പോകും. അങ്ങനെ അതുമാത്രമല്ല, സദ്ഗുരുവിന് കുറേ ഹെക്ടിക് ഷെഡ്യൂളാണ്. USA പല സ്ഥലത്തും പോയി സ്പീച്ച് കൊടുക്കും, പിന്നെ ഓസ്ട്രേലിയ പോകും, കാനഡ പോകും, അവിടെ പോകും, ഇവിടെ പോകും, ഇങ്ങനെ പല സ്ഥലത്തും പോകുമ്പോഴും പോയിക്കൊണ്ടിരിക്കുവാണ്. ആ ഇടയ്ക്ക് സദ്ഗുരുവിന് 2-3 മാസം ഫീവർ. പനി എന്ന് വെച്ചാൽ 104 ഡിഗ്രി 105 ഡിഗ്രി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്യും. കുറേ ബ്ലഡ് ടെസ്റ്റ് എടുത്തു, 2 വിധമായിട്ടുള്ള മലേറിയയ്ക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, ഡെങ്കു ഫീവറിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, ടൈഫോയിഡിന് കൊടുത്തു, ഒന്നിനും മാറുന്നില്ല. പിന്നെ ഈ ഒരു ദിവസം സദ്ഗുരുവിന് തല പൊളക്കുന്ന പോലെയുള്ള ഒരു വേദന. ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 107. ഈ 107 ഡിഗ്രിയിലൊന്നും നമ്മളൊന്നും ജീവിച്ചിരിക്കത്തില്ല, എന്നുവെച്ചാൽ നമ്മുടെ ബ്രെയിൻ താങ്ങത്തില്ല. അപ്പം സദ്ഗുരുവിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. നേരെ ആ ടർബണോടുകൂടി ഇട്ട തുണിയോടുകൂടി ടർബണോടുകൂടി പോയി ഷവറിൻ്റെ അടിയിൽ നിന്ന് ദേഹത്തിനെയും തലയെയും തണുപ്പിച്ചെടുത്തു. പിന്നെ ഡോക്ടർ വന്നപ്പം പറഞ്ഞു, അത് ഒന്നേ ഉള്ളൂ ചെയ്യാൻ, നിങ്ങൾ ചെയ്തത് വളരെ കറക്റ്റാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല പനി വന്നാലേ ഡോക്ടർക്ക് കൊണ്ട് ഓടും നമ്മൾ. അപ്പം അവരെന്ത് ഐസാണ് വയ്ക്കുന്നത്, ഐസ് കട്ടയാണ് കയ്യിലും കാലിലും പാദത്തിലും ഉള്ളം കയ്യിലും ഒക്കെ ഐസ് വെച്ച് ടെമ്പറേച്ചറിനെ കുറയ്ക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് സദ്ഗുരുവിന്. പിന്നെ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സദ്ഗുരുവിനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനർജി ലെവലിൽ മാറ്റം കൊണ്ടുവന്നാൽ മതിയെന്ന് സദ്ഗുരുവിന് നല്ലപോലെ അറിയാം. പക്ഷേ ഇരുന്ന് ചെയ്യാനുള്ള സമയമില്ല. എന്താ വെച്ചാൽ ഈ ഷെഡ്യൂൾ, ഈ 10-25 വർഷം കൊണ്ട് അദ്ദേഹം ഇട്ട ഷെഡ്യൂള് ഒരു ദിവസം കൂടെ അതിനെ ക്യാൻസൽ ചെയ്തിട്ടില്ല. അത് അടുത്ത വീഡിയോയിൽ കാണാം. അതിൻ്റെ അമ്മ മരിക്കാൻ കിടന്നപ്പോൾ പോലും ഇദ്ദേഹം പോയി കണ്ടു, മരിക്കാറായി. അപ്പം കൊള്ളും, അമ്മ ഞാൻ പോന്നു, എനിക്കൊരു വെബിനാറുണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. അവരുടെ അമ്മയും പറഞ്ഞു നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അവരുടെ അമ്മയ്ക്കും അത്രയും മെൻ്റൽ മെച്യൂരിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ 10-18 വിധമായിട്ടുള്ള ടെസ്റ്റൊക്കെയാണ് USA ചെയ്തത്. 4 MRI ഒക്കെ എടുത്തു. റിപ്പോർട്ട് ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് റിപ്പോർട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു സമയത്ത് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനു മുകളിൽ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് പിന്നെയാണ് സദ്ഗുരു തന്നെ ശരി. അതായത് ആളുകൾ ചോദിക്കുന്നു, സദ്ഗുരുവിന് എനർജി ലെവലിലെല്ലാം മാറ്റം അറിയാമല്ലോ, പിന്നെ എന്തിനാണ് ഈ ഡോക്ടേഴ്സ് എന്ന് പോകുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ബിസി ഷെഡ്യൂളിൽ അപ്പോൾ ഡോക്ടേഴ്സിന് വിട്ടുകൊടുക്കണം, വേറെ വഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നോക്കാൻ പറയുന്നത്, ബോഡിയെ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ സദ്ഗുരു പറയുന്നത് ഒരു ഡോക്ടർ അടുത്ത് നമ്മളുടെ ദേഹത്തിനെ വിട്ടുകൊടുത്താൽ പിന്നെ അവർ പറയുന്ന പോലെ കേൾക്കാവും, അതിൻ്റെ ഇടയിൽ കയറി നമ്മളൊന്നും ചെയ്യരുത്. അതും ശരിയാണ്. അങ്ങനെ കുറേ നാൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ബിസി ഷെഡ്യൂൾ, അദ്ദേഹത്തിന് ഒരു 10 നിമിഷം മാറിയിരുന്ന് ഒരു മെഡിറ്റേഷൻ ചെയ്യാനോ ഒന്നിന് സമയമില്ല. ക്ലാസ് ഒരേ ട്രാവൽ എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ചെയ്യാൻ. പിന്നെ ഡോക്ടേഴ്സ് തന്നെ കൈവിട്ടപ്പം സദ്ഗുരു പറയുക, എക്സ്റ്റേണലായിട്ട് ഞാൻ പലതും നോക്കി, ഒന്നും നടന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഇൻറ്റേർണലി എനിക്ക് നോക്കാനുണ്ട്. ഇൻറ്റേർണലി നോക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? എനർജിയെ ശരിയാക്കുക.
ഇൻറ്റേർണലി നോക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഓറയിനെ നേരെയാക്കുക, എനർജി ബോഡിയെ, പ്രാണിക് ബോഡിയെ നേരെയാക്കുക. ശരിയായാൽ എല്ലാം മാറും. അങ്ങനെ ഒരു 10 ദിവസമോ 15 ദിവസമോ ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് സദ്ഗുരു സ്വയം സെൽഫായിട്ട് എനർജി ലെവലിൽ അതിന് വേണ്ടിയ സാധനയൊക്കെ ചെയ്ത് തന്നെ അതിൽ നിന്ന് വെളി വന്നു. അപ്പം ഇതൊക്കെയാണ് സദ്ഗുരു പറയുന്നത്. സദ്ഗുരു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഇപ്പോൾ ഇൻ്റർനെറ്റുണ്ട്, വേൾഡ് വൈഡ് നെറ്റ്. ലോകത്ത് ഇപ്പോൾ ഏത് മൂലയിലും മുക്കിലും ഉള്ളവർക്ക് നമുക്ക് സംസാരിക്കാം, വൈഫൈയും ഇൻ്റർനെറ്റ് കണക്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ ഒരു ഇന്നർ നെറ്റുണ്ട്. ഇന്നർ നെറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ദേഹത്തിനകത്ത്. അതിലെ സദ്ഗുരു ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയത് ഇന്നർ എൻജിനീയറിങ്. ഇന്നർ എൻജിനീയറിംഗ് എന്ന് വെച്ചാൽ ഒരു എൻജിനീയർ എന്ത് ചെയ്യും? എന്തെങ്കിലും കേട് വന്നാൽ അതിനെ റിപ്പയർ ചെയ്യാൻ അറിയാം മെഷീനിൽ. അതാണ് എൻജിനീയറിങ്. അപ്പം ഈ വെളിയിലുള്ള മെഷീന് AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നൊക്കെ റിപ്പയർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലും കുറേ റിപ്പയറുകൾ നടക്കണം, റിപ്പയർ വർക്ക് നടക്കണം പറഞ്ഞാണ് ഈ ഇന്നർ എൻജിനീയറിംഗ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നത്. കോവിഡ് പീരീഡിലും വിട്ടുവച്ചില്ല, ഓൺലൈനിൽ നടത്തുമായിരുന്നു. അപ്പോൾ ഞാനൊക്കെ അത് നേരിട്ട് ഇവിടെ ട്രിവാൻഡ്രം സെൻറ്ററിൽ പോയി 7 ദിവസം രാവിലെയും വൈകുന്നേരമൊക്കെ അറ്റൻഡ് ചെയ്ത് അത് പഠിച്ചെടുത്തു. അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. അപ്പം വീണ്ടും ഓർമ്മിപ്പിക്കുവാണ്, ചക്ര ഹീലിംഗ് ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്യുവാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയണം. ആർക്കൊക്കെ അസുഖങ്ങളുണ്ടോ, ദേഹരീതിയാണെങ്കിലും ശരി, മനപ്രയാസമാണെങ്കിലും ശരി, മനോരീതിയായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് ഭ്രാന്തെടുത്ത് നടക്കുന്നു അങ്ങനത്തെ ആൾക്കാരെയല്ല, നമ്മളുടെ കൂട്ട് സാധാരണ ആൾക്കാർ തന്നെ. പക്ഷേ അവർക്ക് എപ്പോഴും ഒരു ഭയം, ആൻസൈറ്റി, സ്ട്രെസ്സ് അങ്ങനെയൊക്കെ ഉള്ളവരെ എടുത്ത് നമുക്ക് ഈ ചക്ര ഹീലിങ്ങിനെ കുറിച്ച് പറയുക, അവരെ അറ്റൻഡ് ചെയ്യാൻ പറയുക. എന്നുവെച്ചാൽ അടുത്ത മാസം റെഗുലറായിട്ട് ഓൺലൈനിൽ ക്ലാസ് എടുക്കും ഞാൻ. ഓക്കെ, കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ജന്മത്തിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പം ഇതിനു വേണ്ടി ഇനിയൊരു ജന്മം എടുക്കണോ? ആവശ്യമേ ഇല്ല. എല്ലാം ഈ ജന്മത്തിൽ തന്നെ അങ്ങ് തീർക്കാം. ഓക്കെ, ശരി, കാണാം.